ഹലോ എവ്രി വൺ. ഇന്നിതാ ബ്രോക്കലി വെച്ചിട്ട് ഒരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ ബ്രോക്കലി മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ ഫ്ലോററ്റ്സൊക്കെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, കുറച്ച് ഉപ്പും ചേർത്തിട്ട്. വെള്ളം തിളച്ച് വരുമ്പോൾ ഈ കട്ട് ചെയ്ത ഫ്ലോററ്റ്സൊക്കെ എടുത്ത് നമുക്ക് ഈ ചൂട് വെള്ളത്തിലിടാം. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കി ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഇതാ വെള്ളം തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ബ്രോക്കലിയുടെ ഫ്ലോററ്റ്സൊക്കെ അതാ നമുക്ക് കട്ട് ചെയ്തത് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഒരു 2 മിനിറ്റ് അടച്ച് വെച്ചു, അതായത് ഓഫ് ചെയ്ത ശേഷം. എന്നിട്ട് ഇതാ ഇങ്ങനെ വെള്ളമൊക്കെ നമ്മുടെ സീവിലിട്ട ശേഷം ഇങ്ങനെ വാർത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു മിക്സിംഗ് ബൗളിലേക്ക് ഇട്ടു. ഇനി ഇതിലേക്ക് ഒരു സവാള ആഡ് ചെയ്യുന്നുണ്ട്. നമുക്കിനി ചോപ്പ് ചെയ്യണം. അപ്പോൾ അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് കാണിക്കുന്നത്. പിന്നെ ഗാർലിക്കിൻ്റെ ഒരു 3-4 ക്ലോവ്സ് എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക്, പിന്നെ ഒരു പിടി മല്ലിയില എടുക്കുന്നുണ്ട്. എല്ലാം വാഷ് ചെയ്തിട്ടാണ് ആഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ഫെനൽ സീഡ്സ്, നമ്മുടെ പെരുംജീരകമാണ് ആഡ് ചെയ്ത് കൊടുത്തത്. ഒരു 1/4 ടീസ്പൂൺ ടേമറിക് പൗഡർ. ഇനി നമുക്ക് പൗഡറുകളും ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡർ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചില്ലി പൗഡർ, അത് നമ്മുടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെയും താഴെ നമ്മൾ ഗരം മസാലയും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ പാകത്തിനുള്ള ഉപ്പും. എന്നിട്ട് ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ചോപ്പർ ഇല്ലെങ്കിൽ നമ്മൾ മിക്സിയിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഫൈനായിട്ട് ഇങ്ങനെ ഇതുപോലെ നമുക്ക് ചോപ്പ് ചെയ്ത് കിട്ടിക്കോളും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ബ്രോക്കലിയും ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ ചോപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വീണ്ടും എന്താ മിക്സിംഗ് ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഫൈനായിട്ട് അങ്ങോട്ട് ചോപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കടലമാവാണ് ആഡ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വേണമെന്ന് വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് കുറച്ചും കൂടെ കടലമാവ് ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് 2 ടേബിൾ സ്പൂൺ മതിയായില്ല, ഞാൻ 1 സ്പൂണും കൂടെ ആഡ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഉരുട്ടുമ്പോൾ ഉരുട്ടാനും പറ്റണം, ഒന്ന് ഫ്ലാറ്റൻ ചെയ്യാനും പറ്റണം. ആ ഒരു പരുവത്തിനാണ് കിട്ടേണ്ടത്. അപ്പോൾ അത് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. റിഫൈൻഡ് ഓയിലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഷാലോ ഫ്രൈ ആണ്, അധികം എണ്ണയും വേണ്ട. അപ്പോൾ ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ഇതാ ബ്രോക്കലി ഒന്ന് ഫ്ലാറ്റൻ ചെയ്തു. എന്നിട്ടിപ്പോൾ നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, എന്താണെന്ന് വെച്ചാൽ കുക്ക് ചെയ്ത് കിട്ടണം അതിന് വേണ്ടിയിട്ട്. 1 സൈഡ് ആയ ശേഷം മറ്റേ സൈഡ് നമുക്ക് ടേൺ ചെയ്തിട്ട് കൊടുക്കാം. ഇതാ കണ്ടില്ലേ, ഇപ്പോൾ 1 സൈഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ വെജിറ്റബിൾ എല്ലാം കുക്കായി വരണം, അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അതെല്ലാം ടേൺ ചെയ്തിട്ട് കൊടുത്തു. ഇപ്പോൾ അതാ നമ്മുടെ ബ്രോക്കലി കൊണ്ടിട്ടുള്ളൊരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഹെൽത്തിയുമാണ് ടേസ്റ്റിയുമാണ്. നമ്മൾ അധികം എണ്ണയും എടുക്കുന്നില്ല. ഇനിയിപ്പോൾ ഇത് മാറ്റിയെടുത്ത ശേഷം ഇനി ബാക്കിയുള്ളതും ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ബ്രോക്കലിക്ക് നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യാം. അധികം എണ്ണയും വേണ്ട. ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു.